വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു മുഖ്യമന്ത്രി. ധനബില്ലിൽ നികുതി ഘടന പിൻവലിച്ചില്ല. ധനബില്ലിന്റെ കരട് പ്രസിദ്ധീകരിച്ചു. ജൂലൈ 1-ന് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുവാനാണ് തീരുമാനം. മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ഉയർന്ന എതിർപ്പുകളെ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു എന്നതാണ് ധനബില്ല് പുറത്തു വന്നതോടെ വ്യക്തമായിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നത് ഉൾപ്പെടുത്തിയാണ് ധനബില്ലിന്റെ കരട് പ്രസിദ്ധപ്പെടുത്തിയത്. നികുതി ഘടനയിൽ മാറ്റമില്ല എന്നത് തന്നെ തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നത് വ്യക്തമാക്കുന്നു. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ ധനബില്ലിലൂടെ നടത്തിയിരിക്കുന്നത്. ജൂലൈ 1-ന് നിയമസഭയിൽ ധനബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ബില്ല് പാസ്സായാലും വിൽപ്പനയ്ക്ക് അനുമതി നൽകില്ല എന്നതാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ തത്വത്തിൽ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ധനബില്ലിൽ നികുതിയിൽ മാറ്റം വരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്നതാണ് ഉയരുന്ന വിമർശനം. വിവാദം പൂർണ്ണമായും അവസാനിപ്പിക്കണമെങ്കിൽ ധനബില്ലിൽ നികുതി പാടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ തുടർച്ചയായി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനെയെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ധനബില്ലിൽ നികുതി ഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ തീരുമാനം. എക്സൈസ് മന്ത്രി M ലിജു ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം നടത്തിയ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ നടപടി. ഇനി ഏത് രീതിയിൽ മന്ത്രിസഭയും മുന്നണിയിലെ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും വിഷയത്തിൽ നിലപാട് സ്വീകരിക്കും എന്നതാണ് നിർണായകം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.